നമസ്കാരം. ഇന്നത്തെ വാർത്തകളുമായി ഷാജി കടയ്ക്കൽ. ഇന്ന് ഡിസംബർ 3, 2024 ചൊവ്വ. വാർത്തകളിലേക്ക്. ആലപ്പുഴ കളർകോട് ചങ്ങനാശ്ശേരി മുക്ക് ജംഗ്ഷനിൽ കാറും KSRTC ബസ്സും കൂട്ടിയിടിച്ച് 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളായ പാലക്കാട് സ്വദേശി ശ്രീദീപ്, ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം, കണ്ണൂർ സ്വദേശി മുഹമ്മദ് ജബ്ബാർ, ആലപ്പുഴ സ്വദേശി ആയിഷ് ഷാജി, മലപ്പുറം സ്വദേശി ദേവാനന്ദ് എന്നിവരാണ് മരിച്ചത്. ഗുരുവായൂർ കായംകുളം ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും കാറും തമ്മിൽ നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു. കാറിൽ 11 പേരുണ്ടായിരുന്നതാണ് വിവരം. പരിക്കേറ്റവർ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ജനറൽ ആശുപത്രിയിലും ചികിത്സയിലാണെന്നാണ് റിപ്പോർട്ടുകൾ. കനത്ത മഴയിൽ കാഴ്ച അവ്യക്തമായതും റോഡിൽ വാഹനം തെന്നിയതുമാകാം അപകടത്തിന് കാരണമെന്ന് കരുതുന്നു. സംസ്ഥാനത്ത് കനത്ത മഴ, അതിതീവ്ര മഴ സാധ്യത തുടരുന്ന സാഹചര്യത്തിൽ 4 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ്, മലപ്പുറം, തൃശൂർ, ആലപ്പുഴ എന്നീ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തീവ്ര മഴ സാധ്യത പ്രവചിച്ചിരിക്കുന്നതിനാൽ വൈദ്യുതി അപകടങ്ങളിൽ പെടാതിരിക്കാൻ പൊതുജനങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് KSEB അറിയിച്ചു. മരക്കൊമ്പുകൾ വീണോ മറ്റു വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കാനോ ചാഞ്ഞു കിടക്കാനോ സാധ്യതയുണ്ടെന്നും രാത്രികാലങ്ങളിലും പുലർച്ചെയും പുറത്തിറങ്ങുമ്പോൾ തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് പുതുക്കിയ വൈദ്യുതി നിരക്ക് വർധന ഈ ആഴ്ച അവസാനം പ്രഖ്യാപിക്കും. 2024-25 വർഷത്തെ പുതുക്കിയ വൈദ്യുതി നിരക്ക് പ്രഖ്യാപിക്കാനാണ് റെഗുലേറ്ററി കമ്മീഷന്റെ തയ്യാറെടുപ്പ്. നിലവിലെ യൂണിറ്റിന് ശരാശരി 4.45% നിരക്ക് വർധനയാണ് KSEB വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷം സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളിൽ നടത്തിയ സ്ഥിര നിയമനം റദ്ദാക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് മന്ത്രി V. ശിവൻകുട്ടി. ഇത് സംബന്ധിച്ച് പ്രചരിച്ചിരുന്ന വാർത്ത തെറ്റാണെന്നും മന്ത്രി സ്ഥിരീകരിച്ചു. ഹൈക്കോടതിക്ക് വിധിക്ക് വിരുദ്ധമായുള്ള പ്രപ്പോസലുകൾ തിരികെ നൽകാൻ മാത്രമാണ് നിർദ്ദേശം നൽകിയതെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അപ്രകാരം സർക്കുലർ ഇറക്കിയിട്ടില്ലെന്നും മന്ത്രി വിശദീകരണം നൽകി. IAS ഉദ്യോഗസ്ഥൻ K. ഗോപാലകൃഷ്ണനെതിരെ മല്ലു ഹിന്ദു വാട്സാപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന് റിപ്പോർട്ട്. പ്രാഥമിക അന്വേഷണം നടത്തിയ നർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണറാണ് റിപ്പോർട്ട് നൽകിയത്. സുപ്രീംകോടതി വിധികൾ ചൂണ്ടിക്കാട്ടിയാണ് റിപ്പോർട്ട്. കൊല്ലം DCC ജനറൽ സെക്രട്ടറി നൽകിയ പരാതിയിലായിരുന്നു പ്രാഥമിക അന്വേഷണം. ചെങ്ങന്നൂർ മുൻ MLA KK രാമചന്ദ്രന്റെ മകന്റെ നിയമനത്തിൽ സുപ്രീംകോടതി സംസ്ഥാന സർക്കാരിന്റെ അധികാര ദുർവിനിയോഗവും സ്വജനപക്ഷപാതവും കണ്ടെത്തിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് K. സുധാകരൻ MP. ഹൈക്കോടതി റദ്ദാക്കിയ നിയമനമാണ് സുപ്രീംകോടതിയും ശരിവെച്ചത്. പരമോന്നത കോടതിയിൽ നിന്ന് വരെ തിരിച്ചടി കിട്ടിയ മുഖ്യമന്ത്രിക്ക് ഇനി അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്നും സുധാകരൻ പറഞ്ഞു. ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിലുള്ള പള്ളികൾ ബലം പ്രയോഗിച്ച് ഏറ്റെടുത്ത് ഒരു വിഭാഗത്തിന് കൈമാറുന്നത് സഭാ തർക്കം പരിഹരിക്കാനുള്ള ശാശ്വത പരിഹാരമല്ലെന്ന് കേരളം സുപ്രീം കോടതിയിൽ. ഓർത്തഡോക്സ് യാക്കോബായ തർക്കം പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും പള്ളികളുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കാൻ 6 മാസത്തെ സമയം കൂടി അനുവദിക്കണമെന്നും കേരളം സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടു. മുനമ്പത്തെ സമരം നടക്കുന്ന ഭൂമി വഖഫ് ഭൂമിയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ദാനം കൊടുത്ത സമയത്ത് ആളുകൾ താമസിക്കുന്ന ഭൂമിയാണെന്നും അങ്ങനെയുള്ള ഭൂമി വഖഫായി നൽകാനാവില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മുനമ്പം സമരം പന്തൽ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കാനായി റോമിലെത്തിയ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയ്ക്കിടെ ഇസ്ലാമിക കലയെയും വസ്തുകലയെയും സംബന്ധിച്ച പുസ്തകം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാർപ്പാപ്പയ്ക്ക് കൈമാറി. പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും അനർഘമായ നിമിഷങ്ങളായിരുന്നു കൂടിക്കാഴ്ചയെന്നും മനുഷ്യർ ആശയ വ്യത്യാസങ്ങളുടെ പേരിൽ വെവ്വേറെ കളങ്ങളിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ലോക സാഹചര്യത്തിൽ പരസ്പരത്തിന്റെയും സഹവർത്തത്തിന്റെയും സന്ദേശം പകർന്ന ഓരോ കൂടിക്കാഴ്ചയും പവിത്രമാണെന്നും തങ്ങൾ പറഞ്ഞു. പാലക്കാട്ടെ നീല ട്രോളി ബാഗ് വിവാദത്തിൽ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. കോൺഗ്രസ് നേതാക്കളെ ട്രോളി ബാഗിൽ പണം എത്തിച്ചെന്ന പരാതിയിലാണ് തെളിവ് കണ്ടെത്താനാകാത്തത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അനുവദിച്ചു വരുന്ന ട്രോളി ബാഗ് വിവാദത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിലാണ് സ്പെഷ്യൽ ബ്രാഞ്ച് DSP പാലക്കാട് SPക്ക് നൽകിയത്. വിവാദത്തിൽ തുടർ നടപടി ആവശ്യമില്ലെന്നും കേസ് അവസാനിപ്പിക്കുമെന്നും SP പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അനുബന്ധിച്ച് ഉയർന്ന നീല ട്രോളി ബാഗ് വിവാദത്തിൽ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് എന്ന സാഹചര്യത്തിൽ പെട്ടിനാടകം പൊളിഞ്ഞെന്ന് പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജനഹിതം അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് CPM BJPയും കള്ളപ്പണ ആരോപണം ഉന്നയിച്ചതെന്ന് പാലക്കാട്ടെ നിയുക്ത MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. കരുവന്നൂർ കേസിൽ സുപ്രധാന നിരീക്ഷണവുമായി ഹൈക്കോടതി. PR അരവിന്ദാക്ഷനും CK ജിൽസിനും എതിരായ ED ആരോപണങ്ങളിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സംശയം പ്രകടിപ്പിച്ചു.
നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് മുൻപിൽ ഹാജരായി മാതാപിതാക്കൾ മൊഴി നൽകി. മകൾക്ക് സഹപാഠികളായ 3 വിദ്യാർത്ഥികളിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന മാനസിക പീഡനത്തെക്കുറിച്ച് വിശദമായി മൊഴി നൽകിയെന്ന് അച്ഛൻ പറഞ്ഞു. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പ്രിൻസിപ്പലിന് വീഴ്ച പറ്റിയെന്നും മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തിലെ ദുരൂഹത നീക്കണമെന്നും പോലീസിനോട് ആവശ്യപ്പെട്ടതായും അച്ഛൻ സജീവ് വ്യക്തമാക്കി. സാമൂഹ്യ മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്ന് കാണിച്ച് കൽപ്പറ്റ CA KJ വിനോയ് നൽകിയ പരാതിയിൽ വയനാട്ടിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ജഷീർ പള്ളിവയലിനെതിരെ പോലീസ് കേസ്. ദൈവം ആയുസ് തന്നിട്ടില്ലെന്ന് മോനെ വിനോയ് തന്നെ വിടർത്തിയില്ലായിരുന്നു എന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പോസ്റ്റ്. ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാർ ആവശ്യമായ സഹായം നൽകില്ലെന്ന് ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിൽ കൽപ്പറ്റ CA പ്രത്യേക ഉദ്ദേശത്തോടെ പ്രവർത്തകരെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചിരുന്നത്. കേരളത്തിലെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് തോത് വിലയിരുത്താനും അതനുസരിച്ച് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കാനുമായി 2021 ആന്റി ബയോഗ്രാം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പുറത്തിറക്കി. ആർത്തുങ്കൽ ബൈപ്പാസിനുണ്ടായ വാഹനാപകടത്തിൽ വീട്ടമ്മ മരിച്ചു. തൃശ്ശൂരിലെ 4.5 കിലോഗ്രാം കഞ്ചാവുമായി യുവാവ് അറസ്റ്റിലായി. കഴക്കൂട്ടത്ത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 30 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം എക്സൈസ് പിടികൂടി. തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടൽ കാണാതായ 7 പേരുടെയും മൃതദേഹം കണ്ടെത്തി. ഫിൻജാൽ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ മഴക്കെടുതിയിൽ തമിഴ്നാട്ടിനും പുതുച്ചേരിയുമായി മരണം ഇതുവരെ 21ആയി. ഗുജറാത്തിലെ BJP പ്രാദേശിക വനിതാ നേതാവ് ജീവനൊടുക്കിയ നിലയിൽ സൂറത്തിൽ വാർഡ് 30-ൽ BJPയുടെ മഹിളാ മോർച്ച നേതാവായിരുന്ന 34-കാരി ദീപിക പട്ടേലാണ് മരിച്ചത്. അമേരിക്കൻ ഫാസ്റ്റ് ഫുഡ് ശൃംഖലയായ ബർഗർ കിങ് പൂനെയിലെ റെസ്റ്റോറന്റിനെതിരെ നടത്തുന്ന ട്രേഡ് മാർക്ക് നിയമയുദ്ധത്തിൽ ഇടക്കാല വിധി. ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രത്തിലുൾപ്പെടെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി നൽകിയ പരാതിയിൽ കോൺഗ്രസ് നേതാക്കളുമായി ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ച നടത്തും. ഭരണഘടനയെക്കുറിച്ച് പാർലമെന്റിൽ ചർച്ച നടത്തണമെന്ന പ്രതിപക്ഷ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. 13-14 തീയതികൾ ലോക്സഭയിലും 16-17 തീയതികൾ രാജ്യസഭയിലും ചർച്ച നടത്തും. ഇന്നു മുതൽ സഭാ നടപടികളുമായി പ്രതിപക്ഷം സഹകരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നും മന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. ഇന്ത്യ സഖ്യത്തിന്റെ പ്രവർത്തനങ്ങളിൽ കടുത്ത അതൃപ്തി അറിയിച്ചു CPI. സഖ്യത്തിലെ വലിയ പാർട്ടികൾ ഇടത് പാർട്ടികൾ ഉൾക്കൊള്ളുന്ന CPI ജനറൽ സെക്രട്ടറി D. രാജ. ദില്ലിയിലെ മലിനീകരണത്തിൽ കടുത്ത നടപടിയുമായി സുപ്രീംകോടതി. UP, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, ദില്ലി എന്നിവിടങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർക്ക് വ്യാഴാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട് സുപ്രീംകോടതി സമൻസ് അയച്ചു. ക്ഷമയ്ക്ക് പരിധിയുണ്ടെന്നും സുപ്രീംകോടതി രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു. ഭാരതീയ കിസാൻ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പാർലമെന്റ് മാർച്ചിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർക്കെതിരെ തീരുമാനമെടുക്കാൻ 4 ദിവസത്തെ സമയം നൽകി കർഷക സംഘടനകൾ. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.